ഇന്നും നമുക്കൊരു സുഭാഷിതത്തോടു കൂടി തന്നെ ആരംഭിക്കാം. ആയാന്തി യാന്തി നിപതന്തി തഥോത്പതന്തി സർഗശ്രിയ കണഘടാ ഇവ പാവകോത്ഥാഃ യത്രാമലം തദഹമേകമനാദിമധ്യം മന്യേ ഖമേവ നതു കാരണമീശ്വരാഖ്യം. ആകാശത്തിന് സർവേശ്വരൻ്റെ എല്ലാ സ്വഭാവങ്ങളും അല്ലെങ്കിൽ ലക്ഷണങ്ങളും ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് ആകാശത്തെ തന്നെ ഈശ്വരനായി കരുതിക്കൂടാ? ആ ഈശ്വരൻ എന്തിനാണ് ഒരു പ്രത്യേക രൂപം, ആകൃതി? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ ഇന്നലെ അവസാനം വായിച്ച സുഭാഷിതത്തിൽ വാൽമീകി പറഞ്ഞത്. ഈ സുഭാഷിതവും ഏതാണ്ട് അതേ അർത്ഥം തന്നെ ഉള്ള ഒന്നാണ്. ആയാന്തി യാന്തി നിപതന്തി തഥോത്പതന്തി. വരുന്നു, പോകുന്നു, താഴേക്ക് പതിക്കുന്നു, മുകളിലേക്ക് ഉയരുന്നു. എന്ത്? സർഗശ്രിയ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. സൃഷ്ടിയിൽ കാണപ്പെടുന്ന എന്തും ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക അല്ലെങ്കിൽ മറഞ്ഞു പോവുക, ഈ സ്വഭാവങ്ങളോട് കൂടിയതാണ്. ഏതുപോലെയാണ് ഈ സൃഷ്ടി ഈശ്വരനിൽ സംഭവിക്കുന്നത്? കണഘടാ ഇവ പാവകോത്ഥാഃ. അഗ്നിയിൽ നിന്ന് നാല് ഭാഗത്തും തെറിച്ചു വീഴുന്ന തീപ്പൊരികളെപ്പോലെ. അഗ്നിക്കും തീപ്പൊരിക്കും എന്താണ് വ്യത്യാസം? അഗ്നി ജ്വലിക്കുന്നു, തീപ്പൊരി ജ്വലിക്കുന്നില്ല. അതൊരു പൊടിയോ പോലെ അങ്ങനെ പ്രകാശിക്കുന്നു, അത്രയേ ഉള്ളൂ. തീപ്പൊരികൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു, അഗ്നി തുടർന്ന് കത്തുന്നു. ഇതാണ് അഗ്നിക്കും തീപ്പൊരികൾക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. എന്നാൽ ഒരു തീപ്പൊരിക്ക് അഗ്നിയുടെ എല്ലാ സവിശേഷതകളും ഗുണങ്ങളും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു തീപ്പൊരി വീണാൽ മതി, പഞ്ഞിയും പെട്രോളുമൊക്കെ ക്ഷണനേരം കൊണ്ട് തീ പിടിക്കാൻ. ക്ഷണം പോലും വേണ്ട, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കത്തിച്ചാമ്പലാകും. അപ്പോൾ ബാഹ്യദൃഷ്ടിയ തീപ്പൊരിക്കും തീക്കും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും തീയുടെ എല്ലാ ഗുണങ്ങളും തീപ്പൊരിയിലുണ്ട്. ഇതുപോലെ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ നിന്ന് തെറിച്ചു വീഴുന്ന തീപ്പൊരികളെ പോലെയാണ് പ്രപഞ്ച ഘടകങ്ങൾ. യത്രാമലം തദഹമേകമനാദിമധ്യം മന്യേ ഖമേവ നതു കാരണമീശ്വരാഖ്യം. അമലമായ എന്ന് പറഞ്ഞാൽ നിർമ്മലമായ, ഞാനെന്ന അനുഭവത്തിന് ആധാരമായിരിക്കുന്ന ആദിമധ്യ അന്തങ്ങളില്ലാത്ത ബോധമാണ് ഓരോ ജീവനും. അത് ആകാശത്തെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാറ്റിനും ഇരിപ്പിടം, സകലതിനും ആധാരമായിട്ടിരിക്കുന്നത് ആകാശമാണ്. എല്ലാം ആകാശത്തിൽ ഉണ്ടായി, അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ തിരിച്ചു ലയിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈശ്വരന് നമ്മൾ എന്തിനാണ് പ്രത്യേകമായി ഒരു രൂപം കൽപ്പിക്കേണ്ടത്? എന്തിനാണ് ഈ രൂപങ്ങൾ ആരാധിക്കേണ്ടത്? അത് ധ്യാനിക്കാൻ, മനസ്സിന് ഏകാഗ്രത ലഭിക്കാൻ. മനസ്സിന് ഏകാഗ്രത ലഭിക്കാൻ തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഈശ്വരന് പലതരത്തിലുള്ള രൂപങ്ങൾ നൽകിയത്. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശ്യം. പക്ഷേ ശ്രദ്ധ അല്ലെങ്കിൽ ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സിൻ്റെ തനതായ ഒരു സവിശേഷതയാണ്. അത് മനസ്സിന് ഉണ്ടാക്കാൻ അല്പം ശ്രദ്ധ മാത്രം മതി. രൂപങ്ങൾ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. യഥാഖമമലാശയ എന്ന് ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് നാമരൂപങ്ങളിൽ ബ്രഹ്മത്തെ കാണുക? ബ്രഹ്മത്തിന് നാമരൂപങ്ങളില്ല. പ്രപഞ്ചം മുഴുവൻ നാമരൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ബ്രഹ്മമാണ്, സർവം ബ്രഹ്മമയം എന്ന് ഓർമ്മിക്കുക? അതിന് അല്പം പരിശീലനം ആവശ്യമുണ്ട്. കുറച്ചു കാലം അഭ്യസിക്കണം. നിർമ്മല ഹൃദയനായ ഒരാൾ എങ്ങനെയാണോ സകലതിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു ആകാശത്തെ കാണാൻ
ഒരാകാശമല്ല, ആകാശത്തെ കാണാൻ ശക്തനായിത്തീരുന്നത്. കാരണം എല്ലാം ആകാശത്തിലാണ് നിൽക്കുന്നത്. സകലതിൻ്റെയും ഉള്ളിൽ ആകാശം വ്യാപിച്ചിരിക്കുന്നു. ആ ആകാശത്തെ ബുദ്ധി കൊണ്ട് പിന്തുടരാൻ എന്താണ് ഇത്ര പ്രയാസം? ശ്രദ്ധയില്ല. ശ്രദ്ധയാണ് നമുക്കില്ലാത്തത്. ശ്രദ്ധയില്ലാത്തവന് രൂപങ്ങളെ കൊടുത്താലും അവന് ആ രൂപങ്ങളിൽ ശ്രദ്ധയുണ്ടാവില്ല. ഇപ്പം എവിടുന്നെങ്കിലും തുടങ്ങണമല്ലോ. ആധ്യാത്മികത ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് വേണം ആരംഭിക്കാൻ. അപ്പോൾ അത് വിഗ്രഹാരാധനയിൽ നിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് രൂപങ്ങളെയും ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കാൻ ക്ഷേത്രങ്ങളെയും ഒക്കെ വിഭാവന ചെയ്തത്. പക്ഷേ അപ്പോഴും മനുഷ്യരുടെ ശ്രദ്ധ ഈശ്വര തത്വത്തിലല്ല, ആ നാമരൂപങ്ങളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് തമ്മിലടി. നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ഇവിടുത്തെ ദൈവത്തിന് ശക്തി കൂടുതലോ കിഴക്കേക്കോട്ടയിലുള്ള ദൈവത്തിന് ശക്തി കൂടുതലോ? ഗണപതിയുടെ അമ്പലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എവിടെ പോയാലും ഗണപതി ക്ഷേത്രങ്ങളാണ്. ഒരു അരയാലുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു ഗണപതി വിഗ്രഹം കൊണ്ടുവച്ച് പ്രതിഷ്ഠിച്ച് ആൾക്കാർ അതിനെ പൂജിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പഴവങ്ങാടി ഗണപതിക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്താണ്? പട്ടാളക്കാരുടേതായത് കൊണ്ടാണോ? അത് കൊട്ടാരക്കര ഗണപതിയെ ഓർത്തില്ലെങ്കിലും അവിടുത്തെ ഉണ്ണിയപ്പത്തെ നമ്മൾ നല്ലതുപോലെ ഓർക്കും. നല്ല സ്വാദായിരുന്നു പണ്ട്, ഇപ്പം അങ്ങനെയല്ല. എല്ലായിടത്തും ഈ മൂല്യച്യുതി, ആ സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരികയാണല്ലോ. എല്ലായിടത്തും വിദ്യാഭ്യാസത്തിലും മനുഷ്യരുടെ പെരുമാറ്റത്തിലും ഈശ്വരനെ ആരാധിക്കുന്ന കാര്യത്തിലും സകലത്തിലും മൂല്യത്തകർച്ച നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ രൂപങ്ങളെ നൽകിയത് കൊണ്ട് മാത്രം മനുഷ്യർക്ക് ഈശ്വര തത്വത്തിൽ ശ്രദ്ധയുണ്ടാകും എന്ന് കരുതാൻ നിർവാഹമില്ല. എന്നാലും വിഗ്രഹാരാധനയിൽ നിന്ന് ആരംഭിക്കാനാണ് വിഗ്രഹങ്ങളെ പരികൽപ്പന ചെയ്തത്. സർഗശ്രിയ കണഘടാ ഇവ പാവകോത്ഥാഹ യത്രാമലം തദഹമ ഏകമനാദിമധ്യം. ആദിമധ്യ അന്തങ്ങളില്ലാത്ത, ആദിയുടെയും മധ്യത്തിൻ്റെയും കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ആദി മധ്യ അന്തം, ഈ മൂന്നും ഇല്ലാത്ത നിർമ്മലമായ ശുദ്ധചിത്താണ് ഞാൻ. മന്യേ ഖമേവ നതു കാരണം ഈശ്വരാഖ്യം. ഈശ്വരൻ എന്ന ഒരു വേറിട്ട തത്വത്തെ നമ്മൾ എന്തിന് അംഗീകരിക്കണം? ഈ ആകാശം തന്നെ സർവത്ര വ്യാപിച്ച് നമ്മുടെ അനുഭവമണ്ഡലത്തിൽ എപ്പോഴും പ്രകാശിക്കുന്ന ഒന്നാണ്. അതിനെ തന്നെ എന്തുകൊണ്ട് ഈശ്വരനായി കരുതിക്കൂടാ? എല്ലാം ഈശ്വരനാണെന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ ഈശ്വരനാണ്. അതിൽ ഈശ്വരനുമായി ഏറ്റവും സാമ്യമുള്ളത് ആകാശം എന്ന ഭൂതത്തിനാണ്. കാരണം ഈശ്വരൻ അപരിമിതനാണ്, എങ്ങും വ്യാപിച്ചിരിക്കുന്നവനാണ്. ആ ഗുണങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു ഈ 4 ഭൂതങ്ങൾക്കില്ല. ആകാശത്തിന് മാത്രമേ ഈ സവിശേഷതകളുള്ളൂ. അതുകൊണ്ട് ആകാശത്തെ തന്നെ ഞാൻ ഈശ്വരനായി അംഗീകരിക്കുന്നു. ഈശ്വരൻ എന്ന ഒരു വേറിട്ട തത്വത്തെ നമുക്ക് ആരാധിക്കേണ്ട കാര്യമില്ല. കാരണം പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ പ്രകാശിച്ച് വിളങ്ങുന്നതാണല്ലോ ഈ ആകാശം. അതിൽ ഈശ്വരഭാവം പുലർത്തിയാൽ മാത്രം മതി. അത് ഒരു വീക്ഷണകോൺ മാത്രമാണ്. യദി വ്യോംനഃ സകാശാദേവ അഗ്നിവിസ്ഫുലിംഗന്യായേന ജഗജ്ജന്മാദി മന്യസേ. ആകാശത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാവുകയും നിലനിൽക്കുകയും അതിൽ തന്നെ തിരിച്ചു ലയിക്കുകയും ചെയ്യുന്നത്. ജഗത്തിൻ്റെ ജന്മം മുതലായവയെല്ലാം, ജന്മം, സ്ഥിതി, ലയം അല്ലെങ്കിൽ നാശം, ഇവയെല്ലാം അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ ഉണ്ടാവുന്നത് പോലെ ബോധമാകുന്ന അഗ്നിയിൽ നിന്നാണ് പ്രപഞ്ചമാകുന്ന, പ്രപഞ്ച പദാർത്ഥങ്ങളാകുന്ന തീപ്പൊരികൾ ചിതറി വീഴുന്നത് എന്ന് വിചാരിച്ചാൽ ന ജഡം വ്യോമ. ഈ ആകാശം അങ്ങനെയാണെങ്കിൽ ജഡമല്ല.
ജഡത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ആകാശത്തിൽ നിന്ന് പലതും ഉണ്ടാവുന്നത് പോലെ നമ്മൾ കാണുന്നത് കൊണ്ട് ഇത് വാസ്തവത്തിൽ ജഡാകാശമല്ല. ന ജഡം വ്യോമ തത് കിന്തു ചിദ്വ്യോമരൂപ അഹമേവ. ഇത് ചിദാകാശം തന്നെയാണ്. ചിത്ത് അഖണ്ഡമായ ബോധം തന്നെയാണ് ആകാശം എന്ന പോലെ നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചു നിൽക്കുന്നത്. ആ ആകാശം അത് തന്നെയാണ്, ചിദാകാശം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായും പ്രകാശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകാശമായി ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. അത്രയും വ്യാപകതയുള്ളവനാണ് ഞാനാകുന്ന ബോധം. മയ്യേവ സകലം ജാതം മയി പ്രതിഷ്ഠിതം. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം. മയി സർവം ലയം യാതി തദ് ബ്രഹ്മാദ്വയമസ്മ്യഹം ഇതി ശ്രുതേഹ. ഗീതയിലെ ഇതിന് സമാനമായ ഒരു ശ്ലോകമുണ്ട് എന്ന് ശ്രുതിയിൽ പറയുന്നുണ്ട്. നിരാരംഭ ഉപനിഷത്തിലുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മയ്യേവ സകലം ജാതം, എന്നിൽ തന്നെയാണ് എല്ലാം ജനിക്കുന്നത്. മയി സർവം പ്രതിഷ്ഠിതം, എല്ലാം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും എന്നിൽ തന്നെ. മയി സർവം ലയം യാതി, എന്നിൽ തന്നെ എല്ലാം ലയത്തെയും പ്രാപിക്കുന്നു. അതുകൊണ്ട് തസ്മാത് തദ് ബ്രഹ്മ അദ്വയമസ്മ്യഹം, അങ്ങനെയുള്ള അദ്വയ ബ്രഹ്മം ആണ് ഞാൻ എന്ന് ശ്രുതി പറയുന്നത് കൊണ്ട് ഇതി ശ്രുതേരഹമേവ സ ഈശ്വര ഇതി തടസ്ഥേശ്വരപക്ഷയേവ നിരസനാർഹ ഇതി തത്ര കശ്ചിത് തത്വവിദാഹ. ഒരു തത്വജ്ഞാനി തന്നെ തന്നെയാണ് ഈശ്വരനായി ഉപാസിക്കുന്നത്. എന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനെ തത്വജ്ഞാനി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഞാനെന്ന അനുഭവത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ബ്രഹ്മമാണ്. അത് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ തന്നെയാണ് സകലരുടെയും ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്ന് ഉപനിഷത്ത് പറയുന്നത് കൊണ്ട് തനിക്ക് അന്യമായ ഒരു ഈശ്വരനെ ഞാൻ അംഗീകരിക്കുന്നില്ല. തടസ്ഥ ഈശ്വരപക്ഷ, തനിക്ക് അന്യമായി തന്നിൽ നിന്ന് ഭിന്നനായ ഒരു ഈശ്വരനെ ഞാൻ അംഗീകരിക്കേണ്ട. കാരണം എനിക്ക് അന്യമായി മറ്റൊന്നുമില്ല. എനിക്ക് അന്യമായി മറ്റൊന്നുണ്ടെങ്കിൽ, എനിക്ക് അന്യനാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനിൽ നിന്ന് ഞാനും അന്യനായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഈശ്വരൻ്റെ അദ്വൈത സ്ഥിതിക്ക് കളങ്കമുണ്ടാകും. അതല്ലേ എന്നെ ഞാൻ ബ്രഹ്മമല്ല ഈശ്വരനല്ല എന്ന് കണ്ടാൽ ഞാൻ വേറെ ഈശ്വരൻ വേറെ. എനിക്ക് അന്യമാണ് ഈശ്വരനെങ്കിൽ ഈശ്വരനും അന്യമായിരിക്കണം ഞാൻ. അപ്പോൾ ദ്വൈതം വന്നു. ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവമെങ്കിൽ എന്തിനാണ് ഞാൻ എന്നെ ഈശ്വരനല്ല എന്ന് കരുതേണ്ടത്? ഈശ്വരൻ തന്നെയാണ് ഞാനായി പ്രകടമായിരിക്കുന്നത്. അത് തന്നെയാണ് ശരിയായ കാഴ്ചപ്പാട്. അതുകൊണ്ട് തടത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കരയിലുള്ള ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നദിയുടെ കരയിൽ വൃക്ഷങ്ങൾ നിൽക്കുന്നു. ഇതുപോലെ ഞാനെന്നുള്ള അനുഭവം എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമായി സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ അനുഭവത്തെ വിട്ടിട്ട് എൻ്റെ അനുഭവത്തിൽ ഇല്ലാത്ത വേറൊരു ഈശ്വരനെ ഏതോ ഒരു ലോകത്തിലുണ്ട്, കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ബ്രഹ്മലോകത്തിലോ എവിടെയോ ഉണ്ട് എന്ന് കരുതുന്നത് വിഡ്ഢിത്തമല്ലാതെ എന്താണ്? അനുഭവമാണ് ഈശ്വരൻ. ഞാനുണ്ട്, ഉണ്മയുടെ അനുഭവമാണ് ഈശ്വരതത്വം. അതുകൊണ്ട് കരയിലിരിക്കുന്ന, തീരത്തിലിരിക്കുന്ന ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അന്യനായ ഒരു ഈശ്വരനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു തത്വജ്ഞാനി പറയുന്നു. ഈശ്വരാഖ്യം തടസ്ഥം നൈയായികാദ്യഭിമതം നതു. ഈ ന്യായശാസ്ത്രം, ഗൗതമനാണ് ന്യായ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം പറയുന്നത് ഈശ്വരൻ ജീവന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. ആ ഈശ്വരൻ എപ്പോഴും ജീവന്മാരെക്കാളും ഉയർന്ന തലത്തിലാണ്. ആ ഈശ്വരനെ
ജീവന്മാർ ആരാധിക്കുക തന്നെ വേണം. ആരാധിക്കുന്നതിന് കുഴപ്പമില്ല. ആരാധിക്കാൻ അദ്വൈതികൾക്കും പറ്റും. അദ്വൈതികൾ സദാ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അജ്ഞാനികൾ സീസണലായിട്ട് മാത്രം ആരാധിക്കുന്നവരാണ്. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം, ചില പ്രത്യേക സ്ഥലത്ത്, ചില പ്രത്യേക വസ്തുക്കളിൽ മാത്രം ഈശ്വര ബുദ്ധി പുലർത്തുന്നവരാണ് അജ്ഞാനികൾ. വിവേകി സയേവാഹമസ്മീത്യുപാസ്തേ. ഒരു വിവേകിയായവൻ അവൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ, ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നാണ് ഒരു വിവേകി ഉപാസിക്കുന്നത്. അവിവേകികളാണ് തനിക്ക് അന്യമായ ഒരു ദൈവത്തെ സങ്കല്പിച്ച് ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു തത്വജ്ഞാനി തന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. മഹ്യമേവ നമോ നമഃ, എനിക്ക് തന്നെ നമസ്കാരം. അങ്ങനെ പറഞ്ഞ ഒരു ആളായിരുന്നല്ലോ നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാറ്. ഞാൻ പറഞ്ഞില്ലേ, വഴുതയ്ക്കാടുള്ള ഹിന്ദി പ്രചാര സഭയിൽ സാറിനെ ആദരിക്കാനോ അല്ലെങ്കിൽ ഏതോ പുസ്തകത്തിൻ്റെ ഉദ്ഘാടനത്തിനോ മറ്റോ ക്ഷണിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ്, ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് നിങ്ങളോട് 4 വാക്ക് പറയാൻ കഴിഞ്ഞ എനിക്ക് നമസ്കാരം, അല്ല എനിക്ക് നന്ദി, എനിക്ക് നന്ദി എന്നാണ് പറഞ്ഞത്. തനിക്ക് താൻ തന്നെ നന്ദി പറയുന്ന ഏർപ്പാട് എവിടെയെങ്കിലും ഉണ്ടോ? തന്നെ തന്നെ നമസ്കരിക്കുക, തന്നെ തന്നെ പ്രദക്ഷിണം ചെയ്യുക, തനിക്ക് തന്നെ നന്ദി പറയുക. കാരണം ആ താനായി പ്രകാശിക്കുന്നത് ആത്മാവാണ്, ബ്രഹ്മമാണ്. ഈശ്വരനോട് നന്ദി പറയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. പക്ഷെ ആ ഈശ്വരൻ തന്നെയാണ് ഞാനായി പ്രകാശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തനിക്ക് തന്നെ നന്ദി പറയുന്നു. അതിനെന്താ? അത് അസംബന്ധമല്ലേ? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആത്മപൂജ എന്ന് പറഞ്ഞിട്ട് ഈ പൂജാവിധികളിൽ ഒരെണ്ണമുണ്ട്. ഒരു പടത്തെയോ വിഗ്രഹത്തെയോ സാളഗ്രാമത്തെയോ ശിവലിംഗത്തെയോ ഒക്കെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് അതിലാണ് സാധാരണ നമ്മൾ പൂക്കൾ അർപ്പിക്കുക. പക്ഷേ ആത്മപൂജ എന്നൊന്നുണ്ട്. ആത്മപ്രദക്ഷിണം, ആത്മനമസ്കാരം, ആത്മപൂജ, ആത്മ ആരാധന, അതൊക്കെ പാകത വന്നവർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് പൂവെടുത്ത് തൻ്റെ തന്നെ തലയിലിടും, തനിക്ക് തന്നെ. കാരണം താൻ തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ മുമ്പിലിരിക്കുന്ന ആ ജഡവസ്തുവിൻ്റെ പുറത്ത് പൂക്കളിടുന്നതിന് പകരം ഈ അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്ന എൻ്റെ തന്നെ ഉള്ളിലുള്ള ഈശ്വരന് ഞാൻ തന്നെ പൂക്കളെടുത്ത് എൻ്റെ തലയിൽ സമർപ്പിക്കും. അതുപോലെയാണ് ശ്രീരാമകൃഷ്ണൻ ദേവൻ ചെയ്തത്. തൻ്റെ സഹധർമ്മിണിയെ പിടിച്ച് ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്ന പീഠത്തിലിരുത്തി ശാരദാദേവിയെ ഇരുത്തിയിട്ട് വേറെ വിഗ്രഹമൊന്നുമില്ലായിരുന്നു. ആ ശരീരത്തിൽ, ആ രൂപത്തിൽ അദ്ദേഹം ഈശ്വരനെ അർച്ചിച്ചു. അതെന്താ പറ്റാത്തത്? ജീവനില്ലാത്ത ജഡപദാർത്ഥങ്ങളിൽ ഈശ്വരനെ കാണാൻ കഴിയുന്നു എങ്കിൽ ജീവനുള്ളവയിൽ എന്തുകൊണ്ട് കണ്ടുകൂടാ? നമുക്ക് ജീവനുള്ള ശരീരങ്ങളിൽ കുടികൊള്ളുന്ന ഈശ്വരനെയാണ് കാണാൻ കഴിയാത്തത്. അത് നമ്മുടെ പിടിപ്പുകേടാണ്. ജഡപദാർത്ഥങ്ങൾ, കല്ലും മണ്ണും ലോഹങ്ങളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഏതോ നദിയിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. ഗണ്ഡകി നദി, ഗണ്ഡകി നദിയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ സാളഗ്രാമം. അത് കല്ല് തന്നെയാണ്, ഒരു സംശയവുമില്ല. നിങ്ങൾ അതിനെ മഹാവിഷ്ണുവിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി വിചാരിച്ചാലും, അതിനെ നിങ്ങൾ പൂജിച്ചാലും, അതിനെ ആരാധിച്ചാലും, അതിനെ അഭിഷേകം ചെയ്താലും അത് കല്ലാണ് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കല്ല് തന്നെയാണത്. അതിൽ നമുക്ക് ഒരു ഈശ്വരഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എല്ലാ അമ്പലങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ശിലകൾ തന്നെയാണ്. അതിൽ ഒരു ഈശ്വരഭാവം ഭക്തന്മാർ പുലർത്തുന്നു, അത്രയേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ നിർജീവ വസ്തു തന്നെയാണ്, ജഡവസ്തു തന്നെയാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? അതിനെ ഈശ്വരനായി നാം അംഗീകരിക്കുന്നു, ആരാധിക്കുന്നു, അതിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അർച്ചനയും പൂജയും അഭിഷേകവും നിവേദ്യവും ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നത്. വാസ്തവത്തിൽ അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്ന ഈശ്വരനെയാണ് ആരാധിക്കേണ്ടത്. അതിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ബാഹ്യ ജഗത്തിലുള്ള
ചില പ്രത്യേക ജഡപദാർത്ഥങ്ങളിൽ മാത്രം നാം ഈശ്വര ബുദ്ധി വച്ചു പുലർത്തുന്നത്. അപ്പോൾ ഈശ്വരനെ തന്നെ 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 ഈശ്വരനായി കാണുന്നു ഈ തത്വജ്ഞാനി. ആധാരമായതരം ത്രിജഗന്മണീനാം അംഗേ ബിഭർത്യമിതമന്തരശേഷവസ്തു വ്യോമൈവ ചിദ്വപുരഹം പരമേവ മന്യേ യത്രോദയാസ്തമയമേതി ജഗദ്ഭ്രമോയം. ആധാരം ആയതതരം ത്രിജഗന്മണീനാം അംഗേ ബിഭർത്തി അന്തരശേഷവസ്തു. ആധാരം, സകലതിനും ആധാരമായി അധിഷ്ഠാനമായി വർത്തിക്കുന്നതാണ് ഈ ബോധം അല്ലെങ്കിൽ ആത്മാവ്. ആയതതരം എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്നത്, പരന്ന് കിടക്കുന്നത്. ത്രിജഗന്മണീനാം അംഗേ ബിഭർത്തി, ത്രിഭുവനങ്ങളാകുന്ന രത്നങ്ങളെ തന്നിൽ വഹിക്കുന്നതാണ് ഈ ആത്മതത്വം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ തന്നിൽ ധരിക്കുന്നതാണ് ഈ ആത്മതത്വം. അമിതം അന്തരശേഷ വസ്തു, പരിമിതികളില്ലാത്തതാണ്, സർവവ്യാപിയാണിത്. സകല വസ്തുക്കളുടെയും അകവും പുറവും നിറഞ്ഞു പ്രകാശിക്കുന്നു. വ്യോമൈവ ചിദ്വപുരഹം പരമേവ മന്യേ, സകലതിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നത് ആകാശമാണ്. ആ ആകാശം പോലെ ഈ ചിത്ത് സകല ശരീരങ്ങളിലും സകല ജഡപദാർത്ഥങ്ങളിലും ഉള്ളും പുറവും വ്യാപിച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് പരമാത്മാവ്. അതിനേക്കാളും മഹത്തായ ഒന്നുമില്ല. എത്ര ഉദയാസ്തമയം ഏതി ജഗദ്ഭ്രമോയം. ആ പരമാത്മ തത്വത്തിൽ ഉദിച്ച് അസ്തമിക്കുന്ന ഭ്രമമാണ് ഈ പ്രപഞ്ചം. ഒന്ന് ഉദിച്ച് അസ്തമിക്കാൻ ഒരിടം വേണം, അല്ലെങ്കിൽ ഒരു അധിഷ്ഠാനം വേണം. ആ അധിഷ്ഠാനമാണ് ഈ ബ്രഹ്മതത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമിതം യദശേഷവസ്തു അംഗേ ബിഭർത്തി, അനന്തമായ അപരിമിതമായ വ്യാപിച്ചു കിടക്കുന്ന പ്രപഞ്ചത്തെ തൻ്റെ മടിയിൽ ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തെ തൻ്റെ മടിയിൽ ധരിക്കണമെങ്കിൽ ആ വസ്തുവിന് പ്രപഞ്ചത്തെക്കാളും വ്യാപ്തി ഉണ്ടാവണ്ടേ. അതുകൊണ്ട് ആകാശം അനന്തമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനേക്കാളും വ്യാപ്തിയുള്ളതാണ് ഈ ആത്മതത്വം എന്ന് പറയേണ്ടി വരും. ത്രിജഗന്മണീനാം ആയതതരം ആധാരം തദ്വ്യോമൈവ ചിദ്വപുഃ പരം ബ്രഹ്മൈവേത്യഹം മന്യേ. ത്രിജഗത്തുകളാകുന്ന രത്നങ്ങളെ തന്നിൽ ധരിച്ചിരിക്കുന്നു ഈ പരമാത്മതത്വം. ഈ ആകാശം എന്ന് പറയുന്നത് ചിത്തിൻ്റെ ശരീരം തന്നെയാണ്. ചിത്തിന് ശരീരമില്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. ഈശ്വരന് സ്ഥൂല ശരീരമില്ല. പക്ഷേ ഈ സ്ഥൂല പദാർത്ഥങ്ങളെല്ലാം ഭഗവാന്റെ ശരീരങ്ങളാണ്. എല്ലാ സ്ഥൂല പദാർത്ഥങ്ങളിലും ദൈവത്തെ കാണാനുള്ള പാകത നേടാൻ വേണ്ടിയാണ് ഒരു തുടക്കമെന്ന നിലയ്ക്ക് ചില പ്രത്യേക ജഡപദാർത്ഥങ്ങളിൽ മാത്രം നാം ദൈവത്തെ കാണുന്നത്. അങ്ങനെയാണ് ഈ വിഗ്രഹാരാധന എന്നുള്ള സങ്കല്പം ഉദിക്കുന്നത്. ക്രമേണ ആരാധിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ സകല ജഡപദാർത്ഥങ്ങളിലും ഈശ്വരനെ കണ്ടുകൂടാ, അങ്ങനെ ചിന്തിക്കാൻ തോന്നണം. അല്ലാതെ അമ്പലത്തിൽ മണിയടിക്കുമ്പോൾ ദീപാരാധന സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത, ഒരു ഇളക്കം ഉണ്ടായിട്ട് ഓടിച്ചെന്ന് അതിൻ്റെ അമ്പലത്തിൻ്റെ നടയിൽ ചെന്നിരുന്ന് ഇങ്ങനെ കവിളിൽ ഇത് ചെയ്യുകയും കൈകൂപ്പി തൊഴുകയും ഒന്നുമല്ല ചെയ്യേണ്ടത്. ഒരു വെപ്രാളമാണോ ചിലർക്ക് ഈ ദീപാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തോ ഒരു വലിയ നഷ്ടം ഉണ്ടാകുന്നത് പോലെയും അവിടെ മാത്രമേ ദൈവമുള്ളൂ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ. ഒരു വെപ്രാളത്തോടു കൂടി ഓടി അവിടെ വന്ന് അമ്പലത്തിൻ്റെ നടയിൽ വന്ന് നിന്നിട്ട് ആ ദീപാരാധന കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇത്ര തത്രപ്പെട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ചെന്ന് കണ്ണടച്ച് നിൽക്കാനാണെങ്കിൽ അത് വീട്ടിൽ ഇരുന്ന് കണ്ണടച്ച് നിന്നൂടെ? അല്ലെങ്കിൽ ഇരിക്കുന്ന ഇടത്ത്
കണ്ണടച്ച് ആ ഭഗവാനെ ധ്യാനിച്ചാൽ പോരെ? അല്ല, അത് നമ്മളറിയാതെ നമ്മുടെ കണ്ണടഞ്ഞു പോവുകയാണ്. ശരിയാണ്. കാരണം ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ കണ്ണുകളെ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. കണ്ണടച്ചു കളയടാ, നീ പുറത്ത് നോക്കണ്ട മണ്ട, നിന്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കാതെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ജഗത് ഭ്രമത്തിന് അധിഷ്ഠാനമായി വർത്തിക്കുന്ന പരമാത്മതത്വം തന്നെയാണ് ഞാൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേറൊരു സുഭാഷിതം വായിക്കാം. നിത്യം സ്നാസി സുതീർത്ഥവാരി വിസരൈരുച്ചൈഃ പദസ്ഥോംബുദഃ ശുദ്ധഃ സൻ വിപിനാവനൗ നിവസസി പ്രാരബ്ധമൗനവ്രതഃ റിക്തസ്യാപ്യധികാന്തിരേവ ഭവതഃ കായാശ്രയാ ലക്ഷ്യത്തെ പ്രോത്ഥായാശനിമാതനോഷി കിമിദം തുച്ഛം തവാചേഷ്ടിതം. ഒരു മേഘത്തെ നിമിത്തമാക്കി ആണ് ഈ സുഭാഷിതം രചിക്കപ്പെട്ടിട്ടുള്ളത്. മേഘത്തെ നോക്കി ഒരു തത്വദർശിയോ അല്ലെങ്കിൽ ഒരു കവിയോ പറയുകയാണ്, നിത്യം സ്നാസി സുതീർത്ഥവാരി വിസരൈഹി. ദിവസേന നീ പുണ്യതീർത്ഥങ്ങളിലുള്ള ജലത്തിലാണ് സ്നാനം ചെയ്യുന്നത്. മേഘം എപ്പോഴെങ്കിലും കുളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മേഘം എന്ന് പറയുന്നത് ജലഗണങ്ങളുടെ ഒരു സമൂഹമാണല്ലോ. അപ്പോൾ ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങൾ അല്ലെങ്കിൽ പുണ്യനദികൾ, അവയിലുള്ള വെള്ളമൊക്കെ നീരാവിയായിട്ട് മേഘരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അല്ലയോ മേഘമേ, നീ എപ്പോഴും എന്നും പവിത്രമായ പുണ്യതീർത്ഥങ്ങളുടെ ജലത്തിലാണ് നീ സ്നാനം ചെയ്യുന്നത്. നിന്റെ സ്ഥിതിയോ ഉച്ചൈപദസ്ഥോംബുദഃ, വളരെ ഉയരത്തിലാണ് നിന്റെ സ്ഥിതി. ഭൂമിയിൽ മേഘങ്ങൾ കാണപ്പെടാറില്ല, മേഘങ്ങൾ ആകാശത്തിലാണ്. അപ്പോൾ വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തിലാണ് നീ എപ്പോഴും നിലകൊള്ളുന്നത്. ശുദ്ധസ്സൻ, നീ അത്യന്തം പരിശുദ്ധനാണ്. വിപിനാവനവും നിവസസി പ്രാരബ്ധമൗനവ്രതഃ. വിപിനാവനവ് എന്ന് പറഞ്ഞാൽ വനഭൂമികളിൽ, പർവ്വതങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ, വനപ്രദേശങ്ങളിൽ നീ അത്യന്തം ശുദ്ധനായി മൗനവ്രതമനുഷ്ഠിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരനക്കമില്ല. ജലഗണികകൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പോൾ മൂടൽമഞ്ഞിൻ്റെയും അല്ലെങ്കിൽ മഞ്ഞുതുള്ളികളുടെയും രൂപത്തിൽ നീ വനപ്രദേശങ്ങളിൽ യാതൊരു ബഹളവും ഉണ്ടാക്കാതെ മൗനവ്രതത്തിലാണ് കഴിയുന്നത്. റിക്തസ്യാപ്യധികാന്തിരേവ ഭവതഃ, നിന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിലും കറുത്ത വർണ്ണം നിനക്കുണ്ട്. എന്ന് പറഞ്ഞാൽ കാർമേഘത്തെ നോക്കിയാണ് പറയുന്നത്, മഴമേഘം. ആ മഴമേഘത്തിന് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പുകയും പൊടിയും കുറേ ജലബിന്ദുക്കളും മാത്രമേ ഉള്ളൂ ഈ മേഘത്തിൽ. അപ്പോൾ വാസ്തവത്തിൽ നീ ശൂന്യനാണ്, നിൻ്റെ പക്കൽ ഒന്നുമില്ല. പക്ഷേ നല്ല കറുത്ത വർണ്ണമുണ്ട്, ശ്യാമവർണ്ണം. ഭവതഃ കായാശ്രയാ ലക്ഷ്യത്തെ, നിൻ്റെ ശരീരത്തിന് കറുത്ത നിറമാണുള്ളത്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? പ്രോത്ഥായ ആശനി മാതനോഷി കിമിതം തുച്ഛം തവ ആചേഷ്ടിതം. നീ മഴയായി പൊഴിയുമ്പോൾ ഇടി, മിന്നൽ, നീ എന്തൊക്കെ കോലാഹലമാണ് കാണിക്കുന്നത്. ഇടിയും മിന്നലും ഒക്കെ കാർമേഘത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അശനിമാതനോഷി, ഇടിത്തീയായി നീ ഭൂമിയിൽ പതിക്കുന്നു. വലിയ കാതടപ്പിക്കുന്ന ഇടിനാദം നീ ഉണ്ടാക്കുന്നു. മിന്നൽ പിണരായി നീ പ്രകാശിക്കുന്നു. ഇത് നിന്റെ സ്വഭാവത്തിന് ചേർന്നതല്ലല്ലോ കുട്ടാ. ശാന്തനായി മഴ പെയ്തൂടെ? ഈ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് ഈ കാർമേഘം എന്തിനു തന്നെ പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവർക്കുള്ള ഒരു ദോഷമാണ്. ചിലർ വാരിക്കോരി കൊടുക്കും, പക്ഷേ
ഈ ദാനം വാങ്ങിക്കാൻ വരുന്നവരോട് അവർക്ക് പുച്ഛവും അവജ്ഞയുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിനയമില്ല. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത് എന്ന്, ഏത് മനോഭാവത്തോടു കൂടിയാണ് ഒരാൾ ദാനം ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ധർമ്മശാസ്ത്രങ്ങളില്ല, ഉപനിഷത്തുകളിൽ പറയപ്പെട്ടിരിക്കുന്നു. ഉപനിഷത്താണ് പറയുന്നത്. ഒരാൾക്ക് ഒന്ന് കൊടുക്കുമ്പോൾ എന്നാൽ അടിയല്ല, ദാനം ചെയ്യുമ്പോൾ ആ ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഏത് മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്? അയാൾക്ക് ശ്രദ്ധ വേണം. ശ്രദ്ധയാദേയം, ശ്രദ്ധയോടുകൂടി വേണം അദ്ദേഹം ദാനം ചെയ്യാൻ. ഈ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യുക എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യമായി ദാനം സ്വീകരിക്കാൻ ഒരാളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ടല്ലോ, അയാളെ വേണ്ട പോലെ ആലോചിച്ച് തീരുമാനിച്ച് ഇയാൾ ദാനത്തിന് എല്ലാ രീതിയിലും അർഹനാണോ എന്ന് തീരുമാനിച്ച് അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി ദാനം കൊടുക്കണമെന്നാണ്. അയാൾക്ക് അതിനുള്ള അർഹതയുണ്ടോ? തമിഴിലൊരു ചൊല്ലുണ്ട്, പാത്രമറിന്ത് ഭിക്ഷൈ പോട്. പാത്രമറിഞ്ഞ് ഭിക്ഷ ഇടണം എന്ന് പറഞ്ഞാൽ കയ്യിൽ അലുമിനിയ പാത്രമാണോ മൺചട്ടിയാണോ എന്ന് നോക്കിയിട്ടല്ല, അവന് അതിന് യോഗ്യതയുണ്ടോ അർഹതയുണ്ടോ. അനർഹമായ പാത്രത്തിൽ ദാനം ചെയ്യുന്നവൻ പാപത്തെ സമ്പാദിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അർഹതയില്ലാത്തവന് നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ ആ പൈസയോ അല്ലെങ്കിൽ ആ തുണിയോ വാങ്ങിച്ചുകൊണ്ട് അവൻ അതിനെ മോശമായ കാര്യങ്ങളിൽ വിനിയോഗിക്കും, അതിനെ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് അർഹതയുള്ളവന് മാത്രമേ ദാനം നൽകാവൂ. ശ്രദ്ധ വേണം എന്നാണ്. അതായത് ഇയാൾ ഈ ദാനം സ്വീകരിക്കാൻ സർവഥാ യോഗ്യനാണോ എന്ന് നല്ല പോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ഒന്നിനെ ദാനം ചെയ്യാവൂ. അപ്പോൾ ശ്രദ്ധ വേണം. അശ്രദ്ധയാ അദേയം, അശ്രദ്ധയോടുകൂടി കൊടുക്കരുത്. അവൻ എന്തെങ്കിലും കൊടുത്തു വിടുന്നു, അവൻ ഭിക്ഷക്കാരനല്ല. നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ദാനം സ്വീകരിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അയാളെ പിച്ചക്കാരനെ പോലെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അവജ്ഞയോടെ അദ്ദേഹത്തോട് പെരുമാറരുത്. അശ്രദ്ധയോടുകൂടി ദാനം കൊടുക്കരുത്. അശ്രദ്ധയാദേയം ഹ്രിയാദേയം. ഞാനാണ് കൊടുക്കുന്നത്, ഞാൻ വലിയ ദാനശീലനാണ്, എന്നെപ്പോലെ ദാനം കൊടുക്കാൻ ശക്തിയുള്ള വേറെ ആരുണ്ട്? അങ്ങനെയുള്ള അഹംഭാവമോ ഗർവമോ ഒന്നും ഈ ദാനം ചെയ്യുന്നവൻ്റെ ഉള്ളിലുണ്ടാവാൻ പാടില്ല. അങ്ങേയറ്റം ലജ്ജയോടുകൂടി നാണത്തോടുകൂടി വേണം ഒന്ന് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ എനിക്കിത്രയേ തരാൻ പറ്റുന്നുള്ളൂ, ദയവായി അങ്ങിത് സ്വീകരിക്കണം. എന്നെക്കാളും സാമ്പത്തിക ശേഷിയുള്ള എത്രയോ പേരുണ്ടാവും, അവർ തരുന്നത് പോലെയൊന്നും അങ്ങ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു എളിയ ദാനം അങ്ങേക്ക് നൽകുന്നു. അങ്ങനെ ഒരു വിനയം വേണം. അതാണ് ഹ്രിയാദേയം. ഒരു ലജ്ജ, നാണം, ഒരു വിനയം ഈ ദാനം നൽകുന്നവന് ഉണ്ടായിരിക്കണം. ഭിയാദേയം, ഒരു ഭയവും ഉണ്ടാവണം. ഈ ദാനം കൊടുക്കുന്നവൻ എന്തിനാണ് ഭയം എന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന സാധനം അയാൾ നോക്കിയിട്ട് ഇത് കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാനാണ്, ഇത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ എന്ന് തിരിച്ചു തന്നിട്ട് അയാളുടെ പാട് നോക്കിപ്പോയാൽ നമുക്ക് ദാനം എന്ന കർമ്മത്തിൻ്റെ പുണ്യം കിട്ടുമോ? അപ്പോൾ അദ്ദേഹം ഇത് നിരസിക്കരുതല്ലോ, അദ്ദേഹം ഇത് സ്വീകരിക്കണമല്ലോ. ഇതിനെ ഉപേക്ഷിക്കാതെ അദ്ദേഹം സ്വീകരിച്ചാലേ എനിക്ക് ആ ദാനത്തിൻ്റെ പുണ്യഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം കൊടുക്കാൻ. ഇവിടെ അർത്ഥികളാണ് ഭയഭക്തി ബഹുമാനത്തോടു കൂടി വാങ്ങിക്കുന്നത്. കൊടുക്കുന്നവന് ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയാണ് ഉള്ളിലുള്ളത്. വാസ്തവത്തിൽ ദാനം കൊടുക്കുന്നവനാണ് വിനയവും ഭയവും ഒക്കെ ഉണ്ടാവേണ്ടത്. ഭിയാദേയം സംവിദാദേയം. ആർക്കാണ് കൊടുക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്, ഞാൻ ആരാണ്,
ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. നല്ല പോലെ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ദാനം നൽകാവൂ. സംവിധാദേയം. ഇങ്ങനെ ദാനം ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട, മനസ്സിൽ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഈ മേഘം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അത് ജലത്തെ നമുക്ക് ദാനം ചെയ്യുന്ന ഒന്നാണല്ലോ മേഘം. ജലദം എന്നാണ് മേഘത്തിൻ്റെ പര്യായപദം. ജലത്തെ ദാനം ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നിസ്സാരന്മാർ, അവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വല്ല നക്കാപ്പിച്ചയും വാങ്ങി ജീവിക്കുന്നവരാണ്. ഞാനാണ് കേമൻ, എനിക്ക് മാത്രമേ ദാനം ചെയ്യാനുള്ള കഴിവുള്ളൂ. ഇങ്ങനെയുള്ള അഹങ്കാരം പൊതുവെ ഈ ദാതാക്കളുടെ ഉള്ളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിനക്കും ഈ ദാതാക്കൾക്ക് ഉള്ളതുപോലെ ഒരു അഹങ്കാരം നിൻ്റെ ഉള്ളിലും കടന്നുകൂടിയോ? അതെന്തിനാ? അത് തുച്ഛമാണ്, അത് നിസ്സാരമാണ്, അത് അപലപനീയമാണ്. ദാനം ചെയ്യുന്നവൻ്റെ ഉള്ളിൽ വിനയവും ഭക്തിയും ആദരവും മാത്രമേ ഉണ്ടാകാവൂ. അല്ലാതെ അയാളുടെ ഉള്ളിൽ ധാർഷ്ട്യമോ അഹങ്കാരമോ അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. ദാനപ്രാരംഭാദികാലേ രൂക്ഷ കടു കർണ കഠോര ജൽപ്പനം തു ദാതॄണാം മഹാൻ ദുസ്സഹോ ദോഷ ഇത്യാശയനാഹ. ചിലർ ദാനം ചെയ്യുമ്പോൾ എന്തെന്നോ രൂക്ഷമായി സംസാരിക്കും, കടുത്ത വാക്കുകൾ പ്രയോഗിക്കും, കർണകഠോരമായ പദങ്ങൾ. അതായത് ഈ വാങ്ങിക്കാൻ വരുന്നവന് ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായല്ലോ എന്ന് അവൻ മനസ്സ് നൊന്ത് ശപിച്ചിട്ട് പോരുത്. അതായത് ഈ കൊടുക്കുന്നവന് അല്പം പോലും വിനയമില്ല. അതായത് ഈ വാങ്ങിക്കാൻ വരുന്നവരെ നോക്കി ഒരു പുച്ഛം. ഇതേ ഒരു പുച്ഛഭാവം നചികേതസിൻ്റെ അച്ഛനുണ്ടായിരുന്നു. കഠോപനിഷത്തിലെ നചികേതസിൻ്റെ അച്ഛൻ ധാരാളം ബ്രാഹ്മണർക്ക്, ഋത്വിക്കുകൾക്ക് ഒരു യാഗത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം ദാനം നൽകി. പക്ഷേ ദാനമായി കൊടുത്തതൊക്കെ കറവ പറ്റിയ പശുക്കളാണ്. പീതോദഗ ജഗ്ധതൃണാ ദുഗ്ധദോഹാ നിരിന്ദ്രിയാഃ അനന്താനാമതേ ലോക താൻ സഗച്ഛതി താദദത്. പീതോദഗാഹ, വെള്ളമൊക്കെ കുടിച്ച് തീർന്നവ എന്ന് പറഞ്ഞാൽ ഇനി വെള്ളം കുടിക്കാനുള്ള ശക്തി പോലും ആ പശുക്കൾക്കില്ല. മുമ്പിൽ വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മുഖം താഴ്ത്തി അല്ലെങ്കിൽ ആ വാ കൊണ്ട് വെച്ച് വെള്ളം കുടിക്കാനുള്ള ത്രാണി പോലും ഇല്ലാത്ത പശുക്കൾ, ഒക്കെ കറവ പറ്റിയ വൃദ്ധകളായ പശുക്കൾ. ഇതിനെ ദാനം ചെയ്ത് ഈ പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവൻ എന്ത് ചെയ്യാൻ? അവൻ്റെ വീട്ടിൽ ചെന്ന് അത് 2 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും. നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് ദാനമായി നൽകിയാൽ അതുകൊണ്ട് അവന് ദീർഘകാലം പ്രയോജനപ്പെടണം. അതുകൊണ്ടാണ് ഈ പശുവിനെയും കിടാവിനെയും രണ്ടിനെയും ചേർത്താണ് ദാനം ചെയ്യുന്നത്. കാരണം ആ പശുവിനെയും കിടാവിനെയും വേർപിരിക്കാൻ പാടില്ല. അമ്മയെയും കുഞ്ഞിനെയും വേർപിരിക്കുന്നത് പോലെയാണ്. അത് ചെയ്യരുത്. ഇനി അമ്മ മരിച്ചുപോയ ഒരു കിടാവാണെങ്കിൽ അതിനെ പരിരക്ഷിക്കാനുള്ള സൗകര്യവും കൂടെ ചെയ്തു കൊടുക്കണം. അപ്പോൾ കുടിക്കേണ്ട വെള്ളമൊക്കെ കുടിച്ചു തീർത്തവർ, ജഗ്ധതൃണാഹ, കഴിക്കേണ്ട പുല്ലൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ പുല്ല് തിന്നാനുള്ള ശക്തി പോലുമില്ല. ദുഗ്ധദോഹാഹ, അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഇനി ഒരു തുള്ളി പാല് പോലും കിട്ടുകയില്ല. കറവ പൂർണ്ണമായും പറ്റിയ പശുക്കൾ. ദുഗ്ധദോഹാഹ നിരിന്ദ്രിയാഹ, കണ്ണും കാണാൻ വയ്യ, കാതും കേൾക്കാൻ വയ്യ, പ്രായം ചെന്ന വാർദ്ധക്യത്തിൻ്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുന്ന കുറേ പശുക്കൾ. ഈ പശുക്കളെ ഗോദാനം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. പക്ഷേ ആ പശുവിന് ദാനം ചെയ്യുമ്പോൾ ഇതിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവൻ അവന് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? പശുവിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ചാണകം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചാണകം എടുത്ത് ഇങ്ങനെ ചാണക വരളി എന്ന് പറയാറുണ്ടല്ലോ, അതല്ല. പാലാണ് പശുവിനെ കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത്. ആ പാല് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പാല് വിറ്റ് കാശാക്കുകയോ
അതിനുവേണ്ടിയാണ് പശുവിനെ വളർത്തുന്നത്. അല്ലാതെ ഗോമൂത്രത്തിനും ചാണകത്തിനും വേണ്ടി ആരും പശുവിനെ വളർത്താറില്ല. പക്ഷേ ഈ പശുക്കളാകട്ടെ, അവയ്ക്ക് ആഹാരം കഴിക്കാനുള്ള ശക്തിയില്ല, വെള്ളം കുടിക്കാനുള്ള ശക്തിയില്ല, കാഴ്ചശക്തി ഒട്ടും തന്നെ ഇല്ല, ചെവി കേൾക്കുന്നില്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം തളർന്നു പോയ പശുക്കളെ ആണ് നചികേതസിൻ്റെ അച്ഛൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയത്. ഈ ദാനം കൊണ്ട് വലിയ പാപം വന്നു ചേരും, അച്ഛന് മഹാപാപം വന്നു ചേരും എന്ന് മനസ്സിലാക്കിയാണ് നചികേതസ് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത്. ഇതിനൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം അച്ഛനായി പോയില്ലേ. മക്കൾ പറഞ്ഞ അച്ഛൻ കേട്ടാൽ അച്ഛന് ക്ഷീണമല്ലേ. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പതുക്കെ ചെന്ന് ചോദിച്ചു, കസ്മൈ മാം ദാസ്യതി, എന്നെ ആർക്കാണ് അച്ഛാ കൊടുക്കാൻ പോകുന്നത്? അങ്ങയുടെ സ്വത്തുക്കളെയാണല്ലോ അങ്ങ് ദാനം ചെയ്യുന്നത്. മകൻ അച്ഛൻ്റെ ഒരു സ്വത്താണ്. അപ്പോൾ മകനാകുന്ന ഈ സ്വത്തിനെ, ഞാനാകുന്ന സ്വത്തിനെ അങ്ങ് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? അദ്ദേഹം ഇങ്ങനെ ദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അർത്ഥികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഒന്നിനും കൊള്ളാത്ത പശുക്കളെ. ആ പിതാവിൻ്റെ അടുത്താണ് നചികേതസ് എന്ന് ചോദിക്കുന്നത്, എന്നെ ആർക്ക് കൊടുക്കുന്നു? കുട്ടി എന്തോ അർത്ഥമില്ലാതെ കാര്യം അറിയാതെ ഒന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട്, പോടാ പോ, ഞാൻ ഇവിടെ ദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഓടിച്ചു വിട്ടു. രണ്ടാമതും ചെന്നു, അച്ഛാ എന്നെ ആർക്കാണ് ദാനമായി നൽകാൻ പോകുന്നത്? ദ്വിതീയം തൃതീയം, രണ്ടാമതും ഓടിച്ചു വിട്ടു. മൂന്നാമത്തെ പ്രാവശ്യവും അച്ഛനോട് ചെന്ന് ചോദിച്ചു ഇതേ ചോദ്യം, എന്നെ ആർക്കാണ്? മൃത്യവേ ത്വാം ദദാമി, നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ദേഷ്യം വന്നിട്ടാണ്. നിന്നെ കൊടുക്കാൻ പോകുന്നത് യമനാണ്. അച്ഛൻ തമാശയായിട്ട് പറഞ്ഞോ സീരിയസ് ആയിട്ട് പറഞ്ഞോ, അച്ഛൻ്റെ വാക്ക് ഒരിക്കലും കള്ളമാവരുത്, അത് സത്യമാകണം. എന്നെ യമന് കൊടുക്കാനാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അച്ഛൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ യമലോകത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചാണ് യമലോകത്തിലേക്ക് നചികേതസ് യാത്രയാവുന്നത്. ആ കഥയൊക്കെ കഠോപനിഷത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഇപ്പം ഈ കൊടുക്കുന്നവൻ തീക്ഷ്ണമായ വാക്കുകൾ പറയരുത്, കർണകഠോരമായ ഹൃദയഭേദകമായ വാക്കുകൾ അയാൾ പ്രയോഗിക്കരുത്. പക്ഷേ അങ്ങനെയാണ് ഈ ദാതാക്കൾ കാണപ്പെടുന്നത്. മഹാൻ ദുസ്സഹോ ദോഷ, ഇത് ദാനം ചെയ്യുന്ന സകലരിലും കാണപ്പെടുന്ന ഒരു വലിയ അസഹ്യമായ ഒരു ദോഷമാണ്. അത് ഈ അർത്ഥികൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. നിവൃത്തികേട് കൊണ്ട്, ഇവൻ്റെ വായിലുള്ളത് കേട്ടുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവർ കിട്ടിയതും വാങ്ങിച്ച് സ്ഥലം വിടുന്നു. ഹേ മേഘ, അല്ലയോ മേഘമേ, ത്വം സുതീർത്ഥാനാം സമുദ്രഗംഗാദീനാം വാരിവിസരൈർ നിത്യം സ്നാസി. പുണ്യതീർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ചില സമുദ്രങ്ങളും പെടും. ആ സമുദ്രങ്ങളുടെയും ഗംഗ മുതലായ പുണ്യനദികളുടെയും ജലം നിന്നിലുണ്ട്. ആ ജലത്തുള്ളികളൊക്കെ നീ സംഭരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ദിവസവും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നവനാണ്. തഥാ ഉച്ചൈഃപദസ്ഥ സർവപ്രാണിനാം അമ്പു ദദാസി ഇത്യമ്പുദ. നിന്റെ സ്ഥാനം വളരെ ഉയരെയാണ്. എല്ലാവർക്കും ജീവിക്കാൻ ജലം കൂടിയേ തീരും. ജീവനുള്ള ജനത്തിൻ്റെ ജീവനായത് ജീവനം എന്നൊരു ചൊല്ലുണ്ട്. ജീവനുള്ള ജനത്തിൻ്റെ ജീവനായത് ജീവനം. അവസാനത്തെ ജീവനം എന്നുള്ള വാക്കിന് ജലം എന്നാണ് അർത്ഥം. ജീവനുള്ള ജനത്തിന് എന്ന് പറഞ്ഞാൽ ജീവികൾക്ക് അവരുടെ ജീവനായി വർത്തിക്കുന്നത് ജലമാണ്. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം വേണം, പക്ഷേ ജലം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് പ്രാണൻ നിലനിർത്താൻ പറ്റും. ഒരു പരിധിവരെ 2 ആഴ്ച 14-15 ദിവസമൊക്കെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. വേറെ കഠിന അധ്വാനമൊന്നും ചെയ്യാൻ പറ്റില്ല, എണീറ്റ് നടക്കാനും പറ്റത്തില്ല. അങ്ങനെ ശരീരത്തിൽ നിന്നും പ്രാണൻ പിരിയാതെ അങ്ങനെ കിടക്കാം. പ്രാണൻ ശരീരത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നീ മുകളിലാണ് നിൻ്റെ സ്ഥിതി. നീയാണ് ലോകത്തിന് മുഴുവൻ
അവരുടെ ജീവനായിരിക്കുന്ന ജലത്തെ നൽകുന്നത്. കിഞ്ച ശുദ്ധഹാസൻ വിപിനാവനൗ പ്രാരബ്ധം മൗനം മുനിസംബന്ധി വ്രതം യേന തഥാവിധോ നിവസതി. മുനിയെ സംബന്ധിച്ചത്, മുനിയുടെ ഭാവമാണ് മൗനം. ഗുരുവിൻ്റെ ഭാവം ഗൗരവം, ലഘുവായിരിക്കുന്ന അവസ്ഥ ലാഘവം. അപ്പോൾ മുനി എന്ന് പറഞ്ഞാൽ മുനിയുടെ ഭാവമാണ് മൗനം. മഹർഷിമാർ, മുനിമാർ ധാരാളം സംസാരിക്കാറില്ല. ഒരുപാട് സംസാരിക്കുന്നത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. ടോക്ക് ടൈം ഒരുപാട്, ഈ പല ഐഡിയ, അങ്ങനെ പല ഇതുണ്ടല്ലോ, ജിയോ എന്തൊക്കെയോ ചപ്പചവർ സാധനങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ ധാരാളം ടോക്ക് ടൈം തരുന്നത് നമ്മളൊക്കെ മണ്ടന്മാരാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവന് സംസാരിക്കാൻ വലിയ കൊതിയാണ്, മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള ഓഫറൊക്കെ നമുക്ക് നൽകുന്നത്. കൂടുതൽ സംസാരിക്കുന്നത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. ഇനി ഒന്നും മിണ്ടാത്ത ഭ്രാന്തന്മാരുമുണ്ട്. അവൻ പ്രവൃത്തിയിലായിരിക്കും കാണിക്കുക, ആരോടും ഒന്നും മിണ്ടത്തില്ല, മനോരോഗിയാണ്, അങ്ങനെ ഇരിക്കും. അടുത്തെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ഉതളം കല്ലെടുത്ത് മണ്ടയ്ക്ക് ഒരൊറ്റയടി. ആൾ ഒന്നും മിണ്ടാതിരിക്കുന്നു, അധികം സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭ്രാന്തനല്ല എന്ന് തീരുമാനിക്കരുത്. പൊതുവെ ഭ്രാന്ത് ആരംഭിക്കുന്നത് അമിതമായി സംസാരിക്കുന്നതിലൂടെയാണ്. നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവൻ്റെ ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇവൻ എന്തു പറ്റി, ചുമ്മാ ചറപറ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മനോരോഗത്തിൻ്റെ തുടക്കമാണ് എന്നർത്ഥം. അപ്പോൾ അതുപോലെ നീ അധികം സംസാരിക്കുന്ന വ്യക്തിയല്ല, മുനികളെപ്പോലെ മൗനവ്രതം ദീക്ഷിക്കുന്ന ഒരുവനാണ്. എവിടെ? വനപ്രദേശങ്ങളിലും മറ്റും. അവിടെയുള്ള ജലകണികകളിൽ നിന്ന് ഇടിയോ മിന്നലോ ഒന്നും ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് നീ അവിടെ വളരെ ശാന്തനാണ്. കിഞ്ച ശരതി രക്തസ്യാപി, ശരത്കാലമായാൽ, ശരത്കാലം എന്ന് പറഞ്ഞത് മഴക്കാലത്തെ തുടർന്ന് വരുന്ന കാലഘട്ടമാണ് ശരത്കാലം. ആ ശരത്കാലത്തിൽ മേഘങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ആകാശം വളരെ തെളിമയുറ്റതായിരിക്കും. അങ്ങനെ ശരത്കാലത്തിൽ നിന്റെ പൊടി പോലും കാണാനുണ്ടാവില്ല. അങ്ങനെ ആണെങ്കിലും രക്തസ്യാപി ഭവതഃ അതിശയിത ധവളകാന്തിരേവ കായാശ്രയാ ദൃശ്യത്തെ. അതായത് നിന്റെ കയ്യിലുള്ളത് മുഴുവൻ നീ നൽകിക്കഴിഞ്ഞാൽ നിന്നിലെ കളങ്കം നീങ്ങും, അതായത് കറുത്ത വർണ്ണം നീങ്ങും. പെയ്തൊഴിഞ്ഞ മേഘങ്ങളുടെ നിറമെന്ന് പറയുന്നത് വെളുപ്പാണ്. പഞ്ഞി പോലെ ഇങ്ങനെ തൂവെള്ള നിറത്തിൽ മേഘങ്ങൾ ആകാശത്തിലൂടെ പോകും. അത് ആ മേഘത്തിൻ്റെ കറുപ്പ് നിറമെന്ന് പറയുന്നത് അതിലുള്ള ജലകണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഔന്നത്യം ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് പവിത്രമാകണമെങ്കിൽ നമ്മുടെ സർവസ്വവും ദാനം ചെയ്യണം. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം കയ്യിൽ സൂക്ഷിക്കുക. ആവശ്യത്തിൽ കൂടുതലുള്ളത് അർത്ഥികൾക്ക് ദാനം ചെയ്യൂ, കൊടുത്തേക്കൂ. അല്ല, എനിക്ക് എൻ്റെ സന്തതി പരമ്പരകൾക്കും വേണ്ടേ? സന്തതി പരമ്പരകളെ നേരാവണ്ണം വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ തനിയെ ജീവിച്ചോളും. അച്ഛൻ്റെ സ്വത്ത് കൊണ്ട് ജീവിക്കേണ്ട അവർ. എന്നാലും ഈ വരും തലമുറയ്ക്ക് വേണ്ടി സമ്പത്ത് കൂട്ടിവെക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അപ്പോൾ നീ ആ ജലത്തെ മുഴുവൻ ദാനം ചെയ്തു കഴിഞ്ഞാൽ നല്ല ധവളകാന്തി ഉള്ളവനായി മാറും. ഈദൃശോഭി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ത്വം ദാനാർത്ഥമുത്ഥായ അശനിം വിദ്യുത് അഗ്നിപുരസ്സരം കടുധ്വനി മാതനോഷി. ദാനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ, മഴ പൊഴിയുന്ന സമയത്ത് അതികഠിനമായ ഇടിനാദം കേൾക്കുന്നു. അതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ പിണർ. ഇതോടുകൂടിയാണ് നീ മഴയായി പൊഴിയുന്നത്. ഇതം തുച്ഛം ക്ഷുദ്രോചിതം തവ ആചേഷ്ടിതം കിം. എന്തിനാണ് ഇങ്ങനെ ക്ഷുദ്രമായി നീ പ്രവർത്തിക്കുന്നത്? നിന്റെ മഹത്വത്തിന് യോജിച്ച ഒരു പ്രവൃത്തിയല്ല ഇത്. സർവഥാ അനുചിതമേവേത്യർത്ഥ.
ഇത് നിനക്ക് ഒട്ടും ചേർന്ന പണിയല്ല.